ഏതാണ്ട് സമാന സാഹചര്യമാണ് തിരുവനന്തപുരം പാറശാല ഗ്രാമപഞ്ചായത്തിലും. അവിടെ ലക്ഷങ്ങൾ മുടക്കി ആരംഭിച്ച മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തനരഹിതമാണ്. വലിയ വിലയുള്ള യന്ത്രസാമഗ്രികൾ നശിച്ചു തുടങ്ങി. പഞ്ചായത്തിന്റെ പലയിടങ്ങളിലും മാലിന്യം കുന്നുകൂടി കിടക്കുമ്പോഴാണ് ഈ അവസ്ഥ. പാറശാല മേഖലയിലെ മാലിന്യങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച തെരുവുവിളക്കുകൾ കത്തിക്കുക എന്നതായിരുന്നു പദ്ധതി. ലക്ഷങ്ങൾ മുടക്കി ആരംഭിച്ച പദ്ധതി ആദ്യ 6 മാസം മാത്രം പ്രവർത്തിച്ചു. 2014 പുത്തൻകട ചന്തയ്ക്കുള്ളിൽ പദ്ധതി തുടങ്ങിയത്. പരിശീലനം നൽകി ജീവനക്കാരെ നിയമിക്കുകയും ചെയ്തു. 10 വർഷത്തിലധികമായി പ്രവർത്തനരഹിതമായ പ്ലാന്റിലെ ഉപകരണങ്ങളും നശിച്ചു. ഈ മാലിന്യത്തിൽ നിന്നുണ്ടാകുന്ന കീടാണുക്കളെ ശ്വസിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ഈ പരിസരത്തിൽ കൂടെ കടന്നു പോകുന്നത്. മാത്രമല്ല, മാറാ രോഗങ്ങൾക്ക് ഈ മഴക്കാലത്ത് പോലും ഇതിനെ ഒന്ന് മാറ്റാനോ സംസ്കരിക്കാനോ അല്ലെങ്കിൽ നീക്കം ചെയ്യാനോ ഉള്ള ഒരു സംവിധാനവും നാളിതുവരെ ഒരുക്കിയിട്ടില്ല. മാലിന്യ പ്ലാന്റ് നശിച്ചു കിടക്കുമ്പോൾ പാറശാല പഞ്ചായത്തിൽ പലയിടത്തും മാലിന്യ കൂനയാണ്. ലോ കോളേജിന് മുൻവശത്ത് മാലിന്യ കൂമ്പാരമുണ്ട്. റോഡ് വശത്തെ മാലിന്യങ്ങൾ ശേഖരിക്കാൻ വാങ്ങിയ 2 ട്രാക്ടറും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. എത്രയും വേഗം മാലിന്യ സംസ്കരണ കേന്ദ്രം വീണ്ടും പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.